മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷം സ്റ്റാർസിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് 2025 ജൂലൈ 1. ജൂലൈ മാസത്തോടെ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്ന 12 നക്ഷത്ര ജാതരെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യമായി അശ്വതി, മകയിരം, പുണർദം നക്ഷത്ര ജാതരാണ്. ജൂലൈ പകുതിയോടെ സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നതായിരിക്കും. വൃശ്ചികം അവസാനം വരെ ധനവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങുന്നതിന് ഉത്തമമാണ്. അടുത്തതായി രോഹിണി, പൂയം, മകം നക്ഷത്രമാണ്. ഗൃഹത്തിലെ ഒച്ചപ്പാടും ബഹളങ്ങളും ഒഴിഞ്ഞു പോകുന്നതിന് വളരെയധികം ഉത്തമമാണ് ജൂലൈ മുതലുള്ള കാലഘട്ടം. ഇതുവരെ കഷ്ടതകൾ അനുഭവിച്ചിരുന്ന രോഹിണി, പൂയം, മകം നക്ഷത്ര ജാതർക്ക് വളരെ നല്ല ധനാഗമ മാർഗമാണ് വന്നു ചേരാൻ പോകുന്നത്. സ്വദേശത്ത് നിന്നല്ല, വിദേശത്ത് നിന്നാണ് ധനാഗമം കാണുന്നത്. വിദേശം എന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ തന്നെ ആവണമെന്നില്ല, സംസ്ഥാനങ്ങളോ ജില്ലകളോ ആയിരിക്കാം. നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുന്നത് ദോഷങ്ങളകലാൻ ഉത്തമമാണ്. മഹാവിഷ്ണു ഭജനം നടത്തുന്നതും ഉത്തമമാണ്. അടുത്തതായി ആയില്യം, ഉത്രം, ചോതി നക്ഷത്ര ജാതരാണ്. ഇതുവരെ ഇത്രയും ദുരിതങ്ങൾ സഹിച്ച മറ്റ് നക്ഷത്രക്കാരുണ്ടായെന്ന് വരില്ല. അത്രയും ദുരിതങ്ങൾ സഹിച്ചിരുന്ന ആയില്യം, ഉത്രം, ചോതി നക്ഷത്ര ജാതർക്ക് കർക്കിടകം, ചിങ്ങത്തോടു കൂടി നല്ല സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നതാണ്. ഭഗവതി, നാഗദൈവങ്ങൾ എന്നിവരെ പ്രാർത്ഥിക്കുന്നത് ദോഷങ്ങൾ അകന്നു പോകുന്നതിന് ഉത്തമമാണ്. അടുത്തതായി അത്തം, അനിഴം, അവിട്ടം നക്ഷത്ര ജാതരാണ്. ജൂലൈ 5 ശേഷം വളരെ നല്ല സാമ്പത്തിക ലാഭമാണ് ഇവരെ കാത്തിരിക്കുന്നത്. വിഷ്ണു, ശിവൻ, ശങ്കരനാരായണൻ എന്നിങ്ങനെ ഭജിക്കുന്നത് ദോഷശാന്തിക്ക് ഉത്തമമാണ്. ഇതര മതസ്ഥർ അവരവരുടെ ആചാരപ്രകാരം പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ്. ഇങ്ങനെയെല്ലാം വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും എന്ന് പറയുമെങ്കിലും നമുക്ക് ഓരോരുത്തരുടെയും കർമ്മമേഖലയ്ക്കനുസരിച്ച് ഉയർന്ന സാമ്പത്തിക ലാഭമാണ് ലഭ്യമാവുന്നത്. ഇതിനായി ഈശ്വരാരാധനയും ആത്മവിശ്വാസവും പ്രയത്നവും അത്യാവശ്യമാണ്. നന്ദി.